അപ്പം യോഹന്നാനെ സംബന്ധിച്ച് ഒരു അനലിസ്റ്റ്. അപ്പം ആ നിലയിൽ ഈ പൗലോസിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോഴേ ഒരു റിസർച്ചറാണ്. അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ ദൈവത്തിന്റെ വചനം ആധികാരികമായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവസഭയ്ക്ക് നൽകിയിട്ടുള്ള മനോഹരമായ പുസ്തകങ്ങളിൽ ഒരു പുസ്തകമാണ് ഈ യോഹന്നാന്റെ ലേഖനം, രണ്ടാമത്തെ ലേഖനം എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള 4 കൂട്ടം കാര്യങ്ങൾ ഈ 13 വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, സത്യമാണ്. സത്യത്തിന് വേണ്ടി ട്രൂത്ത്. യോഹന്നാന്റെ ലേഖനങ്ങളിലെല്ലാം, സുവിശേഷത്തിലൊക്കെ സത്യം എന്നുള്ള പദം വളരെയധികം അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്, അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. ഒന്ന് സത്യം, ട്രൂത്ത്. 2 സ്നേഹം, ലവ്. നമുക്കറിയാം, കഴിഞ്ഞ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ അകത്ത് 27 പ്രാവശ്യം സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അത്രമാത്രം സ്നേഹത്തിനത് യോഹന്നാൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അനുസരണമാണ് അടുത്ത കാര്യം, ഒബീഡിയൻസ്. പിന്നെ നമ്മൾ ക്രിസ്തീയ കൂട്ടായ്മ, ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. പിന്നെ വ്യാജ ഉപദേശങ്ങളിൽ നിന്ന് സഭയെ സംരക്ഷിക്കുക, പ്രൊട്ടക്ഷൻ അഗൻസ്റ്റ് ഫാൾസ് ടീച്ചിങ്. അപ്പൊ നോക്കി, 13 വാക്യങ്ങൾ മാത്രമുള്ള ഈ പുസ്തകത്തിൽ എത്ര ആഴമേറിയ വിഷയങ്ങളാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, കീ വേഴ്സ് എന്ന് പറയുന്നത് 6-ാമത്തെ വാക്യം. ഒന്ന് വായിച്ചാൽ 6-ാമത്തെ വാക്യം. രണ്ട് യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം. നമ്മിൽ വസിക്കുന്നതും നമ്മുടെ കൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യനിമിത്തം ഞാൻ മാത്രമല്ല, സത്യത്തെ അറിഞ്ഞിരിക്കുന്നവരെല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യനായകിയാർക്കും മക്കൾക്കും മൂപ്പനായ ഞാൻ എഴുതുന്നത്. ഓക്കെ, അത് അടുത്ത പ്രാവശ്യം അത് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ആ ഭാഗം വായിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യം, നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. ആദ്യം മുതൽ ഈ വേഴ്സ് എന്ന് പറയുന്നത് നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. And this love that we walk according to his commandments. അവന്റെ കൽപ്പനകളെ നാം അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. അപ്പം ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നത് തന്നെ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമാണ്. അപ്പൊ ഇനി നമ്മളിതിന്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ, ഈ ലേഖനത്തെ കുറിച്ച് പഠിക്കുമ്പോഴേ ഇതിന്റെ ഓണർഷിപ്പാണ് ഒന്നാമത്തെ കാര്യം. ഇത് നമുക്കറിയാം, യോഹന്നാൻ തന്നെ നമുക്ക് ഇതിന്റെ ഓണർഷിപ്പ്, യോഹന്നാൻ അപ്പോസ്തലൻ തന്നെയാണ് ഈ ലേഖനം എഴുതിയെന്നുള്ളത് അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മൂപ്പനായ ഞാൻ. അപ്പോൾ ഈ മൂപ്പനായ ഞാൻ എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് വലിയൊരു വെളിപ്പാടാണ്. താൻ ആരാണെന്നുള്ള ഒരു വലിയ വെളിപ്പാടിലാണ് പറയുന്നത്. ദൈവസഭയിൽ അപ്പോസ്തലനായ മൂപ്പനായ എൽഡർ, ആ സ്ഥാനത്തെ കുറിച്ചുള്ള ഉത്തരവാദിത്വം, ആ സ്ഥാനത്തോടുള്ള ഒരു ബഹുമാനം, ആ സ്ഥാനത്തിന്റെ മഹത്വം, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് മൂപ്പനായ ഞാൻ. യോഹന്നാൻ തന്നെ ഇത് എഴുതി. ഇതിന്റെ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ AD 85-നും 95-നും ഇടയ്ക്ക് ഈ ലേഖനം എഴുതിയെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയല്ല, ഇത് എവിടെ വെച്ച് എഴുതി? 1-ാമത്തെ ലേഖനം നമ്മൾ കണ്ടു, എഫേസോസിൽ വെച്ച്. എഫേസോസിൽ തന്റെ അന്ത്യ കാലഘട്ടങ്ങൾ ചെലവഴിക്കുമ്പോൾ അവിടെ വെച്ച് ഈ ലേഖനം എഴുതിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ആർക്ക് വേണ്ടി എഴുതി? ഇതിന്റെ റെസിപ്പിയൻസ് ആരാണ്? ഈ ലേഖനം സ്വീകരിച്ചവരാരാണ്?
ആർക്കു വേണ്ടി എഴുതി? അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഒന്നാമത്തെ വാക്യത്തിന്റെ പ്രസക്തി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അവിടെ സത്യത്തിൽ സ്നേഹിക്കുന്ന മാന്യ നായികയാർക്കും നായികയാർക്കും അത് കൺഫ്യൂഷന്റെ കാര്യം നമുക്കില്ല. ആൻ ഇലക്ട് ലേഡി, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക പദവിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മാനിക്കപ്പെടുന്ന ഒരു സഹോദരിക്കും അവരുടെ മക്കൾക്കും എഴുതിയെന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് തോന്നുമെങ്കിലും സാർവത്രികമായി അംഗീകരിച്ചിരിക്കുന്നത് എ ലോക്കൽ ചർച്ച് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്നുള്ള തിയോളജൻസെല്ലാം സാർവത്രികമായി അംഗീകരിച്ചിരിക്കുന്ന വിഷയം ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് എഴുതിയതിനേക്കാൾ ഉപരിയായി ഒരു സഭയ്ക്കും ആ സഭയിലുള്ള വ്യക്തികൾക്കും എഴുതിയതായ ഒരു ലേഖനം എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റ് നായികീകരണം എന്നുള്ളത് സിംബോളിക് ലാംഗ്വേജ് ആയിട്ടാണ് പലപ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നിന്ന് ഇനി രാഷ്ട്രീയമായ പശ്ചാത്തലം, ഏത് ലേഖനം പഠിക്കുമ്പോഴും ഏത് പുസ്തകം പഠിക്കുമ്പോഴും അതിന്റെ പിൻപിലുള്ളതായിരിക്കുന്ന ചരിത്രം നാം മനസ്സിലാക്കണം. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മിഷിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരു പുസ്തകം ഒരു പുസ്തകത്തിന്റെ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ വചനത്തോട് നമുക്ക് ഒരു എന്താ പറയുന്നത്, ആ വചനത്തോട് നമുക്കൊരു കൂറ് അല്ലെങ്കിൽ പുലർത്താനായിട്ട് കഴിയുള്ളൂ. അതിന്റെ സത്യം ഈ ചരിത്രപരമായ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ഈ ലേഖനം എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് റോമൻ ഭരണം അത് മെഡിറ്ററേനിയൻ സമൂഹത്തെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്നതായ ഒരു കാലഘട്ടം. അപ്പം മെഡിറ്ററേനിയൻ എന്ന് പറയുമ്പോൾ മെഡിറ്ററേനിയൻ കടലിന്റെ ചുറ്റുപാടുമുള്ള ഭൂപ്രദേശങ്ങളെയാണ് മെഡിറ്ററേനിയൻ വേൾഡ് എന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങൾ മുഴുവൻ റോമൻ ഭരണത്തിന്റെ അധീനതയിൽ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ലേഖനം യോഹന്നാൻ എഴുതുന്നത്. അപ്പൊ ഈ മെഡിറ്ററേനിയൻ കടലിന്റെ ചുറ്റുപാടും കിടക്കുന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത് 3 ഭൂഖണ്ഡങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന. അപ്പൊ നോക്കിയേ, ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ കടലിന്റെ പ്രാന്തപ്രദേശങ്ങൾ, ഭൂപ്രദേശങ്ങൾ 3 ഭൂഖണ്ഡങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണ്. അപ്പൊ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക ഈ 3 ഭൂഖണ്ഡങ്ങളിൽ മെഡിറ്ററേനിയൻ കടൽ വ്യാപിച്ചു കിടപ്പുണ്ട്. അപ്പൊ യൂറോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പെയിനുണ്ട്, ഫ്രാൻസ് ഉണ്ട്, അത് മൊനാക്കോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഇറ്റലി, സ്ലൊവേനിയ, ക്രൊയേഷ്യ, പിന്നെ ബോസ്നിയ, മോണ്ടനെഗോ, അൽബാനിയ, ഗ്രീസ്, മാൾട്ട. അപ്പം ഈ പ്രദേശങ്ങളെല്ലാം യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ വരുന്ന ഭാഗങ്ങളാണ്. ഇനി ഏഷ്യയിലേക്ക് വന്നാല് നമ്മൾ പറയുന്ന തുർക്കി അല്ലെങ്കിൽ ടർക്കി, സൈപ്രസ്, സിറിയ, ലെബാനോൻ, ഇസ്രയേൽ, പലസ്തീന്റെ കുറച്ച് ഭാഗങ്ങൾ, ഇതെല്ലാം ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ ചേർന്ന് കിടക്കുന്ന ഭൂപ്രദേശങ്ങളാണ്. ആഫ്രിക്കയിലേക്ക് വരുമ്പോൾ ഈജിപ്റ്റ്, ലിബിയ, ട്യൂണീസിയ, അൾജീരിയ, മൊറോക്കോ തുടങ്ങിയതായിരിക്കുന്ന രാജ്യങ്ങളെല്ലാം വരുന്നുണ്ട്. നോക്കിയേ, ഈ പ്രദേശങ്ങൾ മുഴുവൻ റോമൻ ഭരണത്തിന്റെ അധീനതയിൽ കഴിയുന്ന ഒരു സന്ദർഭത്തിലാണ് അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത്. അപ്പം റോമൻ ആധിപത്യത്തിന്റെ അധീനതയിൽ ക്രിസ്ത്യാനികൾ കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചതെന്താണ്? വലിയ പെർസിക്യൂഷൻസ്, അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ, വലിയ പീഡനങ്ങൾ, വലിയ ട്രയൽസ് അവർ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇങ്ങനെ അത്
കൂടെ, പ്രതിസന്ധികളിൽ കൂടെ, പീഡനങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? ഈ റോമൻ ചക്രവർത്തിയെ ആരാധിക്കണം എന്നുള്ളതായ ഒരു വലിയ ഒരു ഡിക്ലറേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ക്രീഡ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു കൽപ്പന പുറപ്പെടുവിച്ച ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻസ്, റോമൻ എംപറർ, ആ രാജ്യത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ എത്രമാത്രം പീഡനങ്ങൾ അവരനുഭവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയല്ല, ഇതെല്ലാം ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ ഒരു കാരണവശാലും റോമൻ ചക്രവർത്തിയെ ദൈവമായിട്ട് അംഗീകരിക്കാൻ കഴിയും. അപ്പൊ പീഡകളുടെ ആഴം ആക്കം വർദ്ധിക്കുവാനായിട്ട് ഇടയായി. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടം കടന്നു. നമുക്കറിയാം, ചരിത്രം പറയുന്നത് ഈ ഡൊമീഷ്യൻ ചക്രവർത്തിയാണ് യോഹന്നാനെ തിളച്ച എണ്ണയിലേക്ക് ഇട്ടത്. അപ്പൊ എത്രമാത്രം പീഡനങ്ങൾ അഭിമുഖീകരിച്ച ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ വന്നപ്പോൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുവാനായി ദുരുപദേശത്തിന്റെ ശക്തി ഈ കാലഘട്ടത്തിൽ വളരെയധികമായി വ്യാപിക്കുവാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ദുരുപദേശത്തിന്റെ ശക്തി വ്യാപിച്ച സന്ദർഭത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ അതിനെതിരായി എഴുതിയ ഒരു ലേഖനമാണ് ഈ ലേഖനം എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നമ്മൾ അതിന്റെ സാംസ്കാരികമായ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അപ്പം ഇത് ആ കാലഘട്ടത്തിൽ ഇറ്റിനറന്റ് അല്ലെങ്കിൽ സഞ്ചാര സുവിശേഷകരായിരിക്കുന്ന ഒരുപാട് പേര് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. സഞ്ചാര സുവിശേഷകർ, അവർക്ക് അവരുടെ യാത്രയിൽ അവർ ലോഡ്ജിങ്, അവർക്ക് താമസിക്കാൻ സൗകര്യങ്ങൾ, അവർക്ക് ഫുഡ്, ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ, അന്ന് അതിനെ ഒരു ഹോസ്പിറ്റാലിറ്റി ആയ ഒരു ശുശ്രൂഷയായി കണ്ട് ജനങ്ങൾ എന്ത് ചെയ്തു? അതിനെ ദൈവമക്കൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പൊ ഇങ്ങനെ ട്രാവലിംഗ് പ്രീച്ചേഴ്സ്, സഞ്ചാര സുവിശേഷകരായിരിക്കുന്നവരെ അവരവരുടെ വീടുകളിൽ താമസിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ഈ സഞ്ചാര സുവിശേഷകരിൽ അത് പലരും ഫാൾസ് ടീച്ചേഴ്സ് ആയിരുന്നു, ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരായിരുന്നു. അങ്ങനെ അറിയാതെ ദുരുപദേശകന്മാർ അത് ദൈവസഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറത്തക്കത് സാഹചര്യങ്ങളുണ്ടായി. ഇനി നമുക്ക് അതിന്റെ 10-11 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 10-11 വാക്യങ്ങൾ. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. ആമേൻ. ദുരുപദേശകന്മാർ ഭവനങ്ങളിൽ വന്നാൽ അവരെന്ത് ചെയ്യരുത്? കൈക്കൊള്ളരുത്. അവരോട് കുശലം പറയുന്നവർ അവർക്ക് കൂട്ടാളികളായി തീർന്നല്ലോ. ശക്തമായ ദൂത് യോഹന്നാൻ ദൈവസഭയ്ക്ക് നൽകുകയാണ്. അവൻ ജോൺ ഇൻസ്ട്രക്ട്സ് ബിലീവേഴ്സ് not to support or encourage those who deny the true doctrine of Christ. യേശു ക്രിസ്തു നമുക്ക് നൽകി തന്നതായ ആ സത്യസുവിശേഷത്തിനെതിരെ, അതിനെ ഡിനൈ ചെയ്യുന്ന, അതിനെ എതിർക്കുന്ന, അതിനെ ഉപേക്ഷിക്കുന്നവർക്കെതിരെ വിശ്വാസികൾ ജാഗരൂകരായിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് യോഹന്നാൻ ശക്തമായി പഠിപ്പിക്കുക. ഇനി മറ്റേ മതപരമായ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഒന്ന് ഡോസിറ്റിസം ആൻഡ് നോസ്റ്റിസിസം. അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നില്ല. എന്താണ് ഡോസിറ്റിസം, എന്താണ് നോസ്റ്റിസിസം എന്നുള്ളതിനൊക്കെ അപ്പുറമായി ഇത് രണ്ടിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടില്ല, യേശു കർത്താവിന്റെ ഇൻകാർണേഷനെ, യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതായ സത്യത്തെ അവഗണിച്ച ഒരു ഗ്രൂപ്പ്.
ദൈവത്തിന് ഒരിക്കലും മരിക്കുവാൻ കഴിയില്ല എന്നുള്ളതായ ഒരാശയം ജനത്തിന്റെ നടുവിൽ ഉണ്ടാകാനിടയായി തോന്നും. മുസൽമാന്റെ ഇടയിൽ ഇത് തന്നെയാണ് അവരുടെയും വാദം. യേശു കർത്താവ് ദൈവമാണെങ്കിൽ ദൈവം അങ്ങനെ മരിക്കും. അങ്ങനെ ജനത്തിന്റെ ഉള്ളിൽ ദുരുപദേശങ്ങൾ വ്യാപരിപ്പിച്ച ഒരു കാലഘട്ടം. മതം ആ നിലയിലേക്ക് കടന്നു വന്നപ്പോൾ എന്ത് ചെയ്തു? ഒരിക്കലും യേശു കർത്താവിന് അത് ദൈവമാണെങ്കിൽ കഷ്ടത സഹിക്കേണ്ടതായോ ശരീരത്തിൽ മരിക്കേണ്ടതായോ ആവശ്യമില്ല എന്നുള്ളത് ശക്തമായൊരു ദുരുപദേശം അവിടെ നിലനിന്നൊരു സമയം. അതുകൊണ്ടാണ് അതിന്റെ 7-ാം വാക്യത്തിൽ യോഹന്നാൻ ശക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. 7-ാമത്തെ വാക്യം, യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് അംഗീകരിക്കാത്ത ഡിസീവേഴ്സ്, വഞ്ചകന്മാർ ശക്തമായിട്ടുള്ള വാക്കാണ് അവിടെ വന്നിരിക്കുന്നത്. ഇതിനെതിരായിട്ട് യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു. നമുക്കറിയാം, ഫുള്ളി ഗോഡ്, ഫുള്ളി ഹ്യൂമൻ, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും. പാടിയല്ല, ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ വരുമ്പോൾ അതിന്റെ ദൗത്യശാസ്ത്രപരമായ പശ്ചാത്തലം, മിഷിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഈ പഴയ സഭയ്ക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവര് ചെയ്തിരുന്നത് സ്പ്രെഡിങ് ദ ഗോസ്പൽ, സുവിശേഷം അറിയിക്കുന്ന സഭ. ആദിമസഭയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സുവിശേഷം, സ്പ്രെഡിങ് ദ ഗോസ്പൽ. സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ഏത് ദിക്കും ഉള്ള പൗലോസ് പറയുന്നത്, ആ ദിക്കിലെങ്ങും ഇടയില്ലാത്തതുപോലെ ഇനി ആ ദിക്കിൽ ഒരിടത്തും സുവിശേഷം അറിയിപ്പാനില്ല. സുവിശേഷം കൊണ്ട് ദേശം മുഴുവൻ നിറച്ചു. അപ്പോസ്തലന്മാരെല്ലാം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് സുവിശേഷവുമായി ചിതറുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ദൗത്യശാസ്ത്രപരമായ നിലയിൽ നാം പഠിക്കുമ്പോൾ അത് സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ശക്തമായി നിലകൊണ്ടതായ ഒരു കാലഘട്ടം. ഇനി ദൗത്യം എന്തിനാണ് നിലനിൽക്കുന്നത്? ദൗത്യം ഏതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? മിഷൻ എന്ന് പറയുന്നത് ദൗത്യം എന്നറിയാമോ? ട്രാവലിംഗ് ഇവാഞ്ചലിസ്റ്റ്, സഞ്ചാര സുവിശേഷകർ. ഇന്നുമുണ്ട് സഞ്ചാര സുവിശേഷൻ. 2, ചർച്ചസ്, വീട് വീടാന്തരമുള്ള അത് സഭകൾ. പിന്നെ ഹോസ്പിറ്റാലിറ്റി അമംഗ് ബിലീവേഴ്സ്, വിശ്വാസികളുടെ ഇടയിലുള്ളതായിരിക്കുന്ന ആതിഥ്യ മര്യാദകൾ ആദിമസഭയിൽ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. ആതിഥ്യം, ഹോസ്പിറ്റാലിറ്റി, അതിഥി സൽക്കാരം. അങ്ങനെ സഞ്ചാര സുവിശേഷകര്, പിന്നെ വീട് വീടാന്തരമുള്ള വീട്ടിലെ സഭകള്, പിന്നെ അത് ദൈവമക്കൾ പരസ്പരമായിട്ടുള്ള സഞ്ചാര സുവിശേഷകർക്ക് സ്വീകരിക്കുന്ന ആതിഥ്യ സൽക്കാര മര്യാദകൾ. ഇങ്ങനെ ആദിമസഭ അതിശക്തമായി അത് സുവിശേഷ വ്യാപനത്തിൽ നിലനിന്നു. ഇതെല്ലാം ഈ 2 യോഹന്നാന്റെ ദൗത്യശാസ്ത്രപരമായ പശ്ചാത്തലങ്ങളാണ്. ഇനി നമുക്കറിയാം, അത് ഈ മിഷണറി പ്രിൻസിപ്പൽ, ഈ സുവിശേഷ ദൗത്യത്തിന്റെ ചില തത്വസംഹിതകളുണ്ട്. അതിനെക്കുറിച്ച് യോഹന്നാൻ എന്താണ് പഠിപ്പിക്കുന്നത് അറിയാം. എന്നറിയാമോ? മിഷൻ മസ്റ്റ് ഓൾവേസ് ബി ബേസ്ഡ് ഓൺ സൗണ്ട് ഡോക്ട്രിൻ. ഒരാൾ സുവിശേഷം അറിയിക്കുന്നു, അല്ലെങ്കിൽ ഒരു മിഷണറിയാണ്, അല്ലെങ്കിൽ സുവിശേഷകനാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ സത്യ ഉപദേശത്തിൽ അധിഷ്ഠിതമായി അടിസ്ഥാനമിട്ട് വേണം മിഷൻ, ദൗത്യം നടത്തുവാനായിട്ട്. അപ്പം എന്നറിയാമോ, നമുക്ക് ക്രിസ്തീയ സ്നേഹമുണ്ട്, നാം മറ്റൊരാളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം
എന്നറിയാമോ? നെവർ കോംപ്രമൈസ് ബിബ്ലിക്കൽ ട്രൂത്ത്. ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, എന്നാൽ ദൈവവചനത്തിന്റെ സത്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാത്തതായിട്ടുള്ള സ്നേഹമായിരിക്കണം. ഈ ഒരു വലിയ ദൗത്യമർമ്മം യോഹന്നാൻ ഈ ലേഖനത്തിൽ വെളിപ്പെടുത്തുക. സ്നേഹിക്കണം എന്ന് വളരെ ശക്തമായിട്ട് പറയുമ്പോൾ എന്താ മറ്റൊരു കാര്യം? നമ്മൾ ഒരിക്കലും നെവർ ബി കോംപ്രമൈസ് ബിബ്ലിക്കൽ ട്രൂത്ത്. ദൈവവചനത്തിന്റെ സത്യത്തിനപ്പുറമായിട്ടുള്ള, ദൈവവചന സത്യം വിട്ടുള്ള ഒരു സ്നേഹം പാടില്ല എന്ന് യോഹന്നാൻ വളരെ ശക്തമായി പറയാം. അങ്ങനെ സഭ എന്തായിരിക്കണം? സഭ വെൽക്കം ഫെയ്ത്ത്ഫുൾ സെർവൻസ് ഓഫ് ക്രൈസ്റ്റ്. സഭ വിശ്വസ്തരായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ എക്കാലത്തും കൈക്കൊള്ളണം. വലിയ ആത്മീയ മർമ്മമാണ്. അതിനാണ് പറയുന്നത്. അങ്ങനെ വിശ്വസ്തരാണോ അല്ലയോ എന്നറിയുവാൻ ഉദാഹരണം പഠിച്ചു. ഈച്ച് ബിലീവർ should have the discerning power. ഓരോ ദൈവമക്കളും എന്ത് ചെയ്യണം? വിവേചന അത് കൃപ പ്രാപിക്കണം എന്ന് പറയും. അപ്പൊ വിശ്വസ്തരെന്ന് കണ്ടാൽ അവരെന്ത് ചെയ്യണം? നാം സ്വാഗതം ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പറയുന്ന കാര്യമാണ് to reject the false teachers. ദുരുപദേശം കൊണ്ട് ആര് വന്നാലും അവരെന്ത് ചെയ്യരുത്? വീട്ടിൽ കൈക്കൊള്ളരുത്. അവരുമായിട്ട് കുശലപ്രശ്നം നടത്തരുത്. അവരുമായിട്ട് ഹോസ്പിറ്റാലിറ്റി പാടില്ല എന്ന് ശക്തമായിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദൈവമക്കൾക്ക് ഒരു ഐഡന്റിറ്റി എപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ സഭയെയും സുവിശേഷത്തെയും ഒരുപോലെ പ്രൊട്ടക്ട് ചെയ്യുക. സുവിശേഷത്തെയും സഭയെയും അത് സത്യ ഉപദേശങ്ങളെയും ഒരുപോലെ പ്രൊട്ടക്ട് ചെയ്യുക, ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ടാണ് യോഹന്നാൻ ഈ രണ്ടാമത്തെ ലേഖനം ശക്തമായി അതിൽ കൂടെ നമ്മളെ ഓർപ്പിക്കും. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ലെറ്ററിന്റെ, ഈ ലേഖനത്തിന്റെ, ഈ എഫീഷ്യലിന്റെ ഘടനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഘടന മനസ്സിലാക്കുമ്പോൾ അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രീറ്റിംഗ്സ് സംബോധന ചെയ്യുകയാണ്. അന്യരെ സത്യത്തിൽ സ്നേഹിക്കുന്ന, ഇവിടുത്തെ ഒരു പ്രധാന വിഷയമുണ്ട്. ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന, ലവ് ഇൻ ട്രൂത്ത്. ലവ് ഇൻ ട്രൂത്ത്. അപ്പൊ സ്നേഹം എങ്ങനെ ആയിരിക്കണം? വ്യാജ സ്നേഹമാകാൻ പാടില്ല. നിർവ്യാജ സ്നേഹം. ട്രൂ ലവ് ഇൻ ട്രൂത്ത്. സത്യത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ട് അതെന്തോ? സ്നേഹത്തിൽ നാം മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലേശം പോലും വ്യാജ ചിന്ത ഉണ്ടാകാൻ പാടില്ല. ആത്മാർത്ഥമായ സ്നേഹം, സെൽഫ് സാക്രിഫൈസിങ് ലവ്, നമ്മളെ തന്നെ ത്യജിക്കുന്ന സ്നേഹം. ഈ സ്നേഹമാണ് ആര് കാണിച്ചു തന്നത്? യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ അവിടെ ആ 3 വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലവ് ഇൻ ട്രൂത്ത്, സത്യത്തിലുള്ള സ്നേഹം. അതിനൊപ്പം തന്നെ അടുത്ത് കാണുന്നത് ഗ്രേസ്, മേഴ്സി, പീസ്. ഇതെല്ലാം വിഷയങ്ങളാണ്. ആർദ്രതയോടെ, ദയോടെ, സമാധാനത്തോടെ നാം വസിക്കേണ്ടതിൻ്റെ ആയിരിക്കുന്ന ആവശ്യകത. അടുത്ത പറയുന്നത് യൂണിറ്റി എമംഗ് ബിലീവേഴ്സ്. ദൈവങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന കൂട്ടായ്മ, ഐക്യം, യൂണിറ്റി എമംഗ്. അപ്പം യൂണിറ്റി എമംഗ് ബിലീവേഴ്സ്, ദൈവമക്കൾ തമ്മിലുള്ളതായിരിക്കുന്ന ഐക്യത. ഇതെല്ലാം ആദ്യത്തെ ആ 3 വാക്യം സസൂക്ഷ്മം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി നമ്മള് അതിന്റെ 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വാക്കിംഗ് ഇൻ ലവ് ആൻഡ് ട്രൂത്ത്,
നമ്മുടെ നടപ്പിനെ കുറിച്ചാണ്. സ്നേഹത്തിലും വിശ്വാസത്തിലും നാം നടക്കണം. സ്നേഹവും സത്യവും തമ്മിൽ, വാക്കിംഗ് ഇൻ ലവ് ആൻഡ് ട്രൂത്ത്, സത്യവും സ്നേഹവും തമ്മിൽ റിലേറ്റഡ് ആണ്. നാം സത്യത്തിലും സ്നേഹത്തിലും നാം നടക്കണം. നമ്മുടെ നടപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നല്ല നടപ്പ്, സത്യമായ നടത്തം. പിന്നെ അടുത്തറിയാമോ, അങ്ങനെ നാം സ്നേഹത്തിലും സത്യത്തിലും നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രണ്ടു മൂന്നോട്ടം കാര്യങ്ങളുണ്ട്. എങ്കിൽ മാത്രമേ അത് യാഥാർത്ഥ്യമായി തീരുക. ഒന്ന്, കണ്ടിന്യൂ ഗോഡ്സ് കമാൻഡ്മെന്റ്സ്, ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നതായ അനുഭവം. ദൈവത്തിന്റെ പ്രമാണങ്ങളെ നാം അനുസരിക്കുക. നമ്മൾ ആദ്യമേ ആ വാക്യം വായിച്ചല്ലോ. ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിക്കും തന്നെ നമുക്ക് അത് ദൈവത്തോടുള്ള സ്നേഹമാണെന്ന് നമ്മൾ വായ്പാനിടയായിത്തോ. അപ്പം വാക്കിംഗ് ഇൻ ട്രൂത്ത് ആൻഡ് ലവ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, നാം നിരന്തരമായി ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരായിരിക്കണം. അടുത്തത്, സ്നേഹം എങ്ങനെയാണ് അതിന് യോഹന്നാനോട് വീക്ഷിക്കുന്നത് അറിയാമോ? ലവ് ഈസ് ഡെമോൺസ്ട്രേറ്റഡ് ത്രൂ ഒബീഡിയൻസ്. അനുസരണത്തിൽ കൂടെയാണ്. അനുസരണത്തിന്റെ ആത്മാവ്, വിധേയത്വമുള്ള ആത്മാവ്, ദൈവവചനത്തെ കീഴ്പ്പെടുന്ന ആത്മാവ്. ദൈവവചനത്തിനും ഉപദേശത്തിനും കീഴ്പ്പെട്ടുകൊണ്ട് അനുസരണമുള്ളവർ, അനുസരണം അത് ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം, ഈ മൂന്ന് കാര്യമാണ് സന്യാസ ജീവിതത്തിന് കത്തോലിക്ക സഭ നിഷ്കർഷിച്ചിരിക്കുന്നത്. അനുസരണം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം. ഏറ്റവും പ്രധാനപ്പെട്ട അനുസരണം. അതെ, അപ്പം ദൈവത്തോട് നാം അനുസരണമുള്ളവരായിരിക്കണം. അതെങ്ങനെ? ദൈവത്തിന്റെ കൽപ്പനകൾ നാം അനുസരിക്കുന്നതിൽ കൂടെ. പിന്നെ അടുത്ത പറയുന്നറിയാമോ, ഈ ട്രൂത്ത് ആൻഡ് ലവ് മസ്റ്റ് റിമൈൻ ടുഗദർ. സത്യവും സ്നേഹവും ഒരുമിച്ച് പോകണം. സത്യവും സ്നേഹവും, ഒരാളെ സ്നേഹിക്കുമ്പോൾ അതിന് സത്യം ഉണ്ടായിരിക്കും. സത്യത്തോടെയുള്ള, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ലവലേശം കളങ്കമില്ലാതെയുള്ള സ്നേഹം. ഈ സ്നേഹമാണ് നമുക്ക് കാൽവരി കുരിശിൽ കാണാൻ കഴിയും. ആ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി കർത്താവ് കാണിച്ച സ്നേഹത്തെ കുറിച്ച് യോഹന്നാന് വ്യക്തമായിട്ട് അറിയാം. അതിനോട് ചേർന്നിരുന്ന ആ എക്സ്പീരിയൻസ് അറിയാമല്ലോ. ഈ വിശ്വാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മൂന്നാല് കൂട്ടം കാര്യങ്ങളുണ്ട്. ഒന്ന്, ടെസ്റ്റിംഗ് ദ ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പരിശോധന. ടെസ്റ്റിംഗ് ദ ഫെയ്ത്ത്, ടേസ്റ്റിംഗ് ദ ഫെയ്ത്ത്, വിശ്വാസത്തെ നാം രുചിച്ചറിയാം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയും. പിന്നെ പ്രൂവിംഗ് ദ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. അടുത്തത് എക്സ്പീരിയൻസിങ് ദ ഫെയ്ത്ത്, വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നാം അതിനെ ദിനംതോറും അനുഭവിക്കുന്നവരായിരിക്കണം. ടെസ്റ്റിംഗ്, ടേസ്റ്റിംഗ്, എക്സ്പീരിയൻസിങ്, പ്രൂവിംഗ് ദ ഫെയ്ത്ത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വചനത്തിൽ കൂടെ കാണുവാനായിട്ട് കഴിയുന്നു. ഇനി നമ്മൾ അതിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾക്ക് വരുമ്പോൾ മുമ്പേ അത് കണ്ടതാണ്. വാണിംഗ് എഗൻസ്റ്റ് ഫാൾസ് ടീച്ചേഴ്സ്, ദുരുപദേശകന്മാർക്കെതിരെ ശക്തമായ ഒരു ആഹ്വാനം. ഒന്നാമത്തെ ഭാഗം 1 മുതൽ 3 വരെ ഗ്രീറ്റിംഗ്സ് ആണ്, അത് സംബോധന ചെയ്യുന്ന ഒരു ഭാഗമാണ്. രണ്ടാമത്തേത് 4 മുതൽ 6 വരെ സ്നേഹത്തിലും സത്യത്തിലും നടക്കുന്നതിനെ കുറിച്ചാണ്. ഈ 7 മുതൽ 14 വരെ ദുരുപദേശകന്മാർക്കെതിരെയുള്ള മുന്നറിയിപ്പാണ്. വാണിംഗ് എഗൻസ്റ്റ് ഫാൾസ് ടീച്ചേഴ്സ്. അപ്പം ഇവിടെ നമ്മളെ വായിച്ചു, അനേക വഞ്ചകന്മാർ ലോകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. Many deceivers have entered the world. യോഹന്നാൻ വളരെ ശക്തമായി പറയുന്നു, അനേക ദുരുപദേശകന്മാർ ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ
ഡിനൈ ചെയ്യുന്ന, നിരസിക്കുന്ന, അത് അംഗീകരിക്കാത്തവർ, അവരെല്ലാം ദുരൂഹത ആന്റി ക്രൈസ്റ്റാ പറയുന്നത്. ആന്റി ക്രൈസ്റ്റ്. നമ്മള് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. ഒരിക്കലും അന്തിക്രിസ്തു എന്ന് പറയരുത്, എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ് എന്ന് നമ്മൾ പറയാവുന്നു. അപ്പം ദൈവവചനത്തിന്റെ സത്യത്തെ എതിർക്കുന്ന അഞ്ചകന്മാരായിരിക്കുന്നവർ, എതിർ ക്രിസ്തുക്കൾ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പോൾ ഒരിക്കലും ഡു നോട്ട് എൻകറേജ് ഫാൾസ് ടീച്ചേഴ്സ്. ഒരു ലാഭത്തിന് വേണ്ടിയും ദുരുപദേശത്തോട് ഒരിക്കലും ഒരു കോംപ്രമൈസിൽ നാം പോകാൻ പാടില്ല. ചില ദുരുപദേശങ്ങളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ലാഭങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ സത്യവചനത്തിന് വേണ്ടി നാം എന്നും നിലനിൽക്കുന്നവരായിരിക്കണം. സത്യം ചെയ്തിട്ടും ഛേദം എന്ന് പറഞ്ഞ പോലെ സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ അതിശക്തമായ നിലയിൽ യോഹന്നാനോട് പഠിപ്പിക്കുക. ഇനി അതിന്റെ 12-13 വാക്യത്തിലേക്ക് വരുമ്പോൾ എന്തറിയാമോ, യോഹന്നാൻ അത് പ്രത്യേകമായൊരു കാര്യം പറയുന്നു. അത് പേഴ്സണൽ ഫെലോഷിപ്പ് സ്ട്രെങ്തൻ ദ ചർച്ച്. വേഴ്സസ് 12-13 ലാസ്റ്റ് 2 വാക്യങ്ങൾ. 12-13 നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ട് എങ്കിലും കടലാസിലും മഷി കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ആശിക്കുന്നു. അവിടുത്തെ മാന്യ സഹോദരിയുടെ മക്കൾ വന്ദനം ചൊല്ലുന്നു. യോഹന്നാൻ ഇവിടെ ഒരു പ്രത്യാശ പ്രകടിപ്പിക്കുക. ഞാൻ ഹോസ്റ്റ് വിസിറ്റ് പേഴ്സണലി, ഞാൻ വ്യക്തിപരമായി നേരിട്ട് വന്ന് നിങ്ങളെ ഞാൻ സന്ദർശിച്ചോളാം. കടലാസിലും മഷിലും അതുകൊണ്ട് എഴുതുവാനായിട്ട് എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ ആ കത്തുകൊണ്ട് മാത്രം നിങ്ങളുമായി ബന്ധമല്ല, അതിനപ്പുറമായി. കാരണം യോഹന്നാൻ സ്നേഹത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ എന്നിലുള്ളതായ സ്നേഹം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പ്രകടിപ്പിക്കുവാൻ എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് ഈ ലേഖനം ഞാൻ അങ്ങനെ അങ്ങ് ഉപസംഹരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ 13 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ മാന്യ സഹോദരിയുടെ മക്കൾ വന്ദനം ചൊല്ലുന്നു. അപ്പൊ ഇങ്ങനെ ഇത് അവസാനിപ്പിക്കാം. എന്നാൽ നമ്മൾ ഈ ലേഖനത്തെ കുറിച്ച് വീണ്ടും പഠിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നാം മനസ്സിലാക്കണം. അറിയാമോ, ചെറിയ ലേഖനമാണെങ്കിലും 13 വാക്യങ്ങളെ ഉള്ളെങ്കിലും ഒരുപാട് വലിയ ആത്മീയ സത്യങ്ങൾ, വിഷയങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ ചെറുതായിട്ട് ടച്ച് ചെയ്ത് പോയതേ ഉള്ളൂ. ഒന്നാമത്തെ വിഷയം ട്രൂത്താണ്. അപ്പം യോഹന്നാന്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ട്രൂത്ത് ഈസ് ജോൺസ് വൺ ഓഫ് ദ ഫേവറേറ്റ് വേർഡ്സ്. ഈ ലേഖനത്തില്, എന്റെ ലേഖനങ്ങളില്, എന്റെ 5 പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ട്രൂത്ത്, സത്യം, അതിനുവേണ്ടി യോഹന്നാൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ്. എന്തുവാ സത്യം? എന്തുവാ സംഭവം? ട്രൂത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ സത്യം എന്ന് പറയുന്നാൽ യോഹന്നാനോട് വിവക്ഷിക്കുന്ന സത്യം എന്ന് പറയുന്നത്, അത് മനസ്സിലാക്കണം. ഇവിടുത്തെ ഈ 13 വാക്യത്തിലെ മേജർ തിയോളജിക്കൽ തീംസ്, ദൈവശാസ്ത്രപരമായ വിഷയങ്ങളിൽ ഒന്നാമത്തെ വിഷയം സത്യം. ആ സത്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? സത്യം എന്ന് പറയുന്നത് ഗോഡ്സ് റിവീൽഡ് വേർഡ് എന്ന് പറഞ്ഞാൽ വെളിപ്പെട്ടതായ ദൈവത്തിന്റെ വചനമാണ് സത്യം. വെളിപ്പെട്ടതായ ദൈവവചനം, അവതരിച്ച വചനം. അതാരാണ് അവതരിച്ച വചനമാരാ? യേശു കർത്താവ്. അപ്പം റിവീൽഡ്, ഗോഡ്സ് റിവീൽഡ് വേർഡ്, അത് വെളിപ്പെട്ട ദൈവവചനം ആണ് ഒന്നാമത്തെ സത്യം എന്ന് പറയുന്നത്. 2, ദ ട്രൂ ഗോസ്പൽ, ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന സുവിശേഷം.
വചനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ കാതൽ, അത് സത്യം സത്യം സത്യമായ വിഷയമാണ്. അപ്പൊ ഒന്ന് എന്താ? വെളിപ്പെട്ടതായ ദൈവവചനം. രണ്ട്, വെളിപ്പെട്ട വചനത്തിലുള്ള സുവിശേഷം. മൂന്ന്, അത് യേശു ക്രിസ്തു എന്ന ഐഡന്റിറ്റി, യേശു ക്രിസ്തു എന്ന ആ ഇത് ദൈവം എന്നുള്ളതായ ആ ഐഡന്റിറ്റി, അതും സത്യമായി ഒരിക്കലും മാറ്റമില്ല. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അപ്പം ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്. യേശു കർത്താവ് തന്നെ വിറ്റ്നസ് ആണ്. സത്യം എന്ന് പറയുമ്പോൾ യോഹന്നാൻ വിവക്ഷിക്കുന്ന ഒന്ന്, വെളിപ്പെട്ട ദൈവവചനം, ആ ദൈവവചനത്തിലുള്ള സത്യമായ സുവിശേഷം, യേശു കർത്താവെന്ന ആ തൃത്വത്തില് ഒരുവനായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന സത്യം. ഇതാണ് നമ്മുടെ ട്രൂത്ത് എന്ന് പറയാം. സത്യം എന്ന് പറഞ്ഞ് ആ രീതിയിൽ ഇതിനെ നോക്കി കാണാതെ സത്യം എന്താണെന്നുള്ളതാണ് യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സത്യം എന്താണ്? അവതരിച്ച വചനം, വെളിപ്പെട്ട വചനം, സുവിശേഷം, വചനത്തിലുള്ള സുവിശേഷം, യേശു ക്രിസ്തു എന്ന ആ രക്ഷകൻ, ആ സത്യം. ഇനിയും എന്താണെന്നറിയാമോ? ഈ ക്രിസ്ത്യാനിറ്റി, ക്രിസ്തീയത്വത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സത്യം നമ്മളിൽ നഷ്ടപ്പെട്ടാൽ എന്താ നഷ്ടപ്പെടുന്നത്? ക്രിസ്ത്യാനിറ്റി, ക്രിസ്തീയത എന്ന് പറയുന്ന കാര്യമേ നഷ്ടപ്പെടും. ക്രിസ്ത്യാനികളെ കുറിച്ച് ലോകം കാണുന്നത് കളവ് പറയുന്നവരല്ലെന്നുള്ളത്, സത്യമേ പറയൂ. അപ്പൊ നമ്മുടെ ഒരു ഐഡന്റിറ്റി, ഒരു ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി ഒരിക്കലും അവൻ കളവ് പറയുകയില്ല, കളവ് പ്രവർത്തിക്കുകയില്ല, കളവ് ചിന്തിക്കുകയില്ല എന്നുള്ളതാണ് ഒരു കാലത്ത് ലോകം ചിന്തിച്ചിരുന്നത്. ഇപ്പോഴത്തെ കാര്യമല്ല. അപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, വിത്തൗട്ട് ട്രൂത്ത് ക്രിസ്ത്യാനിറ്റി ലോസസ് ഇറ്റ്സ് ഫൗണ്ടേഷൻ. ക്രിസ്തീയതയുടെ അടിസ്ഥാനം നിലനിൽക്കുന്നത് സത്യത്തിലാണ്. സത്യം നഷ്ടപ്പെട്ടാൽ ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനവും നഷ്ടപ്പെടുന്നു. ഇനി രണ്ടാമത്തെ കാര്യം ലവ്, സ്നേഹം. അപ്പോൾ സത്യത്തെ കുറിച്ച് പറഞ്ഞു, ഇതത് ദൈവശാസ്ത്രപരമായ വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ തിയോളജി പഠിക്കുന്നത്. ദൈവശാസ്ത്രപരമായ വിഷയത്തിൽ ഒന്ന് ട്രൂത്താണ്, രണ്ടാമത്തെ ലവ്. അപ്പം സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ബിബ്ലിക്കൽ ലവ് ഈസ് നോട്ട് മിയർലി ഇമോഷൻ. കാണുമ്പോൾ നമ്മള് ആലിംഗനം ചെയ്യുന്നതോ കൈ കൊടുക്കുന്നതോ അതല്ല. അതൊരു ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായ സ്നേഹപ്രകടനം. കാണുമ്പോൾ നമുക്ക് വൈകാരികമായുണ്ടാകുന്ന സ്നേഹം. ഇതല്ല യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. ബിബ്ലിക്കൽ ലവ്, ദൈവവചന പ്രകാരമുള്ള സ്നേഹം വൈകാരികമായി ചെയ്യുന്ന ഒരു സ്നേഹപ്രകടനമല്ല. ക്രിസ്ത്യൻ ലവ് എന്ന് പറയുന്നത് എന്താ? ഒബീഡിയൻസ് ടു ഗോഡ്, ദൈവത്തെ അനുസരിക്കുക. ക്രിസ്ത്യൻ സ്നേഹം എന്ന് പറയുന്നത് ഒബീഡിയൻസ് ടു ഗോഡ്. ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കുക. അപ്പം അത് തന്നെയാണ് നമ്മൾ ആറാമത്തെ വാക്യം പറഞ്ഞത്, കൽപ്പനകളെ നാം അനുസരിക്കുന്നത് തന്നെ ദൈവത്തോടുള്ള സ്നേഹമാണ്. അതിൽ നിന്നാണ് ഒബീഡിയൻസ് ടു ഗോഡ്. പിന്നെ കെയറിങ് ഫോർ ബിലീവേഴ്സ്, മറ്റുള്ള വിശ്വാസികളുടെ മേൽ നമുക്കുള്ളതായ ഒരു ശ്രദ്ധ. കെയറിങ് ആൻഡ് ഷെയറിങ് ക്രിസ്തീയ വീക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കെയറിങ് ആൻഡ് ഷെയറിങ്. നമ്മളോട് കൂട്ടത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ അവരെ ഒന്ന് ശ്രദ്ധിച്ച് കുറവുകൾ നാം മനസ്സിലാക്കി അത് പരിഹരിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം. കെയറിങ് ഫോർ ബിലീവേഴ്സ്. അപ്പോൾ അടുത്തത് ലവിങ് അക്കോർഡിംഗ് ടു ഗോഡ്സ് കമാൻഡ്മെന്റ്സ്. ദൈവത്തിന്റെ കൽപ്പനകളുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ
സ്നേഹപ്രകടനങ്ങൾ സ്നേഹിക്കുന്നതിന് എല്ലാം എന്തുണ്ട്? ഒരു പ്രമാണം നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ബിബ്ലിക്കൽ ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ അനുസരിക്കുക, ഒബീഡിയൻസ് ടു ഗോഡ്, കെയറിംഗ് ഫോർ ബിലീവേഴ്സ്, ലവിങ് അക്കോർഡിംഗ് ടു ഗോഡ്സ് കമാൻഡ്മെന്റ്സ്. ഇതിനുശേഷം നമ്മൾ വരുമ്പോൾ അത് സത്യമില്ലാത്ത സ്നേഹം, സത്യമില്ലാത്ത സ്നേഹം വിട്ടുവീഴ്ചയാണെന്ന് പറയുന്നത്. സത്യമായ സ്നേഹമാണെങ്കിൽ ഒരു കോംപ്രമൈസിനും നാം പോവുകയില്ല. അത് അങ്ങനെ തന്നെ, അതിന് യാതൊരു മാറ്റവും വരില്ല. എന്നാൽ ട്രൂത്ത് വിത്തൗട്ട് ലവ്, സത്യത്തോടൊപ്പം സ്നേഹമില്ലെങ്കിൽ ബിക്കംസ് ഹാർഷ്. അത് സത്യമില്ലാത്ത സ്നേഹം എന്തായിരുന്നു? നമ്മളതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ സ്നേഹം അതെന്താ? അത് കഠിനമായ ഒരു സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് യാതൊരു യാഥാർത്ഥ്യം ഒളിച്ചിരിപ്പില്ല. അടുത്ത പറയുന്നത് ലവ് വിത്ത് ട്രൂത്ത് ബിക്കംസ് കോംപ്രമൈസ്. അപ്പം ഒന്ന് ട്രൂത്ത് വിത്തൗട്ട് ലവ്, സ്നേഹമില്ലാത്ത സത്യം, അത് കഠിനമായ ഒരു കാര്യമാണ്, സ്നേഹമില്ലാത്ത സത്യം. അടുത്തത് ലവ് വിത്തൗട്ട് ട്രൂത്ത്, സത്യമില്ലാത്ത സ്നേഹം. രണ്ടും മനസ്സിൽ വെക്കുക. സ്നേഹമില്ലാത്ത സത്യവും സത്യമില്ലാത്ത സ്നേഹവും. അപ്പൊ സ്നേഹമില്ലാത്ത സത്യം ഒരു കഠിനമായ വിഷയമാണ്. അതേസമയത്ത് സത്യമില്ലാത്ത സ്നേഹം കോംപ്രമൈസ്, വിട്ടുവീഴ്ച. അപ്പോൾ സ്നേഹം സത്യം രണ്ടും കോറിലേറ്റഡ് ആയി കിടക്കുകയാണ്. ഇതിന്റെ ഫൗണ്ടേഷൻ ഇവിടെ കിടക്കുന്നത് വചനത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചുരുക്കി പറയുമ്പോൾ ദൈവമക്കൾ സത്യത്തിനും സ്നേഹത്തിനും ദൈവവചന അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നവരായി തീരണം എന്നാണ് യോഹന്നാൻ നമ്മളെ മനസ്സിലാക്കുന്നത്. അടുത്തത് ക്രിസ്തുശാസ്ത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്, ക്രിസ്റ്റോളജിയ. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് ഏതോ സെൻട്രൽ ഡോക്ട്രിൻ എന്നറിയാമോ? ജീസസ് ക്രൈസ്റ്റ് കെയിം ഇൻ ദ ഫ്ലഷ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ക്രിസ്റ്റോളജി. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ, പുതിയ നിയമം പഠിക്കുമ്പോൾ സെൻട്രൽ തീം കേട്ടോ, സെൻട്രൽ തീം, പ്രധാന വിഷയം യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത്. പുതിയ നിയമം കംപ്ലീറ്റ് പഠിക്കുമ്പോഴും അതിന്റെ ക്രിസ്റ്റോളജി, അത് ക്രിസ്തീയ ശാസ്ത്രം എന്ന് പറയുന്നത് യേശു കർത്താവ് എന്ത് ചെയ്തു? ജഡത്തിൽ, സെൻട്രൽ ഡോക്ട്രിൻ, ജീസസ് ക്രൈസ്റ്റ് കെയിം ഇൻ ദ ഫ്ലഷ്. യോഹന്നാൻ സുവിശേഷം 1:1 ജഡത്തിൽ വെളിപ്പെട്ട ദൈവം. ഇനി നമ്മള് ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താ ഇതിന്റെ അർത്ഥം? ജീസസ് ഈസ് ഫുള്ളി ഗോഡ്. അവൻ പൂർണ്ണ ദൈവം. ജീസസ് ഈസ് ഫുള്ളി ഹ്യൂമൻ. അവൻ പൂർണ്ണ മനുഷ്യൻ. അതിനാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠി ഹിപ്പോസ്റ്റാറ്റിക് യൂണിയൻ. നമ്മള് ദൈവശാസ്ത്രമാണ് പഠിക്കുന്നത്. ആ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് പുതിയ നിയമത്തിന്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് കെയിം ഇൻ ദ ഫ്ലഷ്. പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോ. അപ്പോൾ യേശു കർത്താവ് ജഡത്തിൽ എന്ത് ചെയ്തു? വെളിപ്പെട്ടു. ജീസസ് ഇസ് ഫുള്ളി ഗോഡ്, the same time Jesus is fully human. This is known as the hypostatic union. അപ്പം ഈ പൂർണ്ണ മനുഷ്യനായും പൂർണ്ണ ദൈവവുമായി എന്തിനു വെളിപ്പെട്ടു? അതാണ് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം. പൂർണ്ണ മനുഷ്യനായും പൂർണ്ണ ദൈവവുമായി എന്തിനു വെളിപ്പെട്ടു? എന്തിനു വെളിപ്പെട്ടു? ഹിസ് ഇൻകാർണേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സാൽവേഷൻ. രക്ഷയ്ക്ക് ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വെളിപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. സകലരും
എല്ലാവരും എല്ലായിടത്തും രക്ഷിക്കപ്പെടണം. നോ വൺ ലീവ് ബിഹൈൻഡ്. ആരെയും പിൻപിലേക്ക് മാറ്റിക്കളയാൻ പറ്റിയ എല്ലാവരും, ഓരോ മനുഷ്യന്റെ ഭൂലോകത്തെക്കാൾ വലിയത്, എല്ലാവരും രക്ഷിക്കപ്പെടണം. ആ ഉദ്ദേശത്തോടു കൂടി യേശു കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പൊ ഒന്നാമത്തെ കാര്യം ട്രൂത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് സത്യം? അടുത്ത ലവ്, എന്താണ് സ്നേഹം? ക്രിസ്തോളജി, ക്രിസ്തുശാസ്ത്രം നമ്മൾ പഠിച്ചു. ഇനി ഒബീഡിയൻസ് ആണ്. അപ്പൊ യോഹന്നാൻ ഇവിടെ എന്നറിയാമോ, ആവർത്തിച്ച് പറയാം. ഞാൻ റിപ്പീറ്റഡ്ലി വിശ്വാസം, സ്നേഹം, അനുസരണം, ഈ 3 കാര്യങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച പറയും. യഥാർത്ഥ ഫെയ്ത്ത്, യഥാർത്ഥ വിശ്വാസം എന്ത് ചെയ്യുന്നു? സ്നേഹത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. സ്നേഹം നമ്മളെ അനുസരണത്തിലേക്ക് നയിക്കുന്നു. ഫെയ്ത്ത്, ലവ് ഗിവ്സ് ഒബീഡിയൻസ്. അപ്പം ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥമായ വിശ്വാസം അനുസരണത്തിൽ കൂടിയാണ് നമ്മൾ പ്രാപിക്കുന്നത്. ഇനി അടുത്ത വിഷയം, ഈ ലേഖനത്തിലെ അടുത്ത വിഷയമാണ് വിവേചനം, ഡിസേൺമെന്റ്. DISCERNMENT, ഡിസേൺമെന്റ്, വിവേചനം. അപ്പം പറയുന്നത് ബിലീവേഴ്സ് മസ്റ്റ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ, അത് വിവേചിച്ചറിയണം. എങ്ങനെ? ആരെ? ട്രൂ ടീച്ചേഴ്സ് ആൻഡ് ഫാൾസ് ടീച്ചേഴ്സ്, ട്രൂ ഡോക്ട്രിൻ ആൻഡ് ഫാൾസ് ഡോക്ട്രിൻ. അപ്പം അത് സത്യവും വ്യാജവും ഉപദേശകന്മാർ, സത്യ ഉപദേശകന്മാർ ട്രൂ ടീച്ചേഴ്സ്, ഫാൾസ് ടീച്ചേഴ്സ് ദുരുപദേശകന്മാർ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഇത് യോഹന്നാനിലൂടെ വളരെ ശക്തമായി നമ്മളെ പഠിപ്പിക്കും. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ ദൗത്യപരമായ ഉൾക്കാഴ്ചകൾ. ഇത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു പോവാം. മിഷൻ പ്രവർത്തനം സത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. സത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം മിഷൻ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, വിശ്വസ്തരായ സുവിശേഷകരെ നാം സഹായിക്കണം. സപ്പോർട്ട് ഫെയ്ത്ത്ഫുൾ മിഷണറീസ്. 3, വ്യാജ ഉപദേശകരെയും അകറ്റി നിർത്തണം. 4, സഭ സത്യവും സ്നേഹവും ഒരുപോലെ സംരക്ഷിക്കണം, കാത്തു സൂക്ഷിക്കണം. അപ്പം ട്രൂത്ത് വിത്തൗട്ട് ലവ് ഈസ് ഇൻഎഫക്റ്റീവ് ആണ്. അപ്പോൾ ചർച്ച് മസ്റ്റ് എക്സർസൈസ് ഡിസേൺമെന്റ്. ഒരാൾ പ്രസംഗിക്കുമ്പോൾ, വചനം പഠിപ്പിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ അത് അങ്ങനെ തന്നെയോ എന്ന് വിവേചിക്കണം, പരിശോധിക്കണം. പഠിപ്പിക്കുന്ന വിഷയങ്ങൾ, പ്രസംഗിക്കുന്ന വിഷയങ്ങൾ ശരിയാണോ എന്ന് ഇതിനെ വളരെ അധികാരികമായിട്ട് യോഹന്നാനോട് പഠിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ തിയോളജിക്കലായിരിക്കുന്ന ഉൾക്കാഴ്ചകളിലേക്ക് വരുമ്പോൾ, 1, ഗോഡ് ഈസ് ട്രൂത്ത്, ദൈവം സത്യമാണ്. 2, ജീസസ് ഈസ് ഇൻകാർണേറ്റ് സൺ ഓഫ് ഗോഡ്, അവതരിച്ച ദൈവപുത്രനാണ് യേശു ക്രിസ്തു. തിയോളജിക്കൽ ഇൻസൈറ്റ് കേട്ടോ ഈ പുസ്തകത്തെ. 1, ദൈവം സത്യമാകുന്നു, ഗോഡ് ഈസ് ട്രൂത്ത്. 2, യേശു ക്രിസ്തു അവതരിച്ച ദൈവപുത്രനാണ്. അനുസരണത്തിൽ കൂടെ സ്നേഹം നാം പ്രകടിപ്പിക്കണം. അനുസരണത്തിൽ കൂടെ സ്നേഹം നാം പ്രകടിപ്പിക്കണം. 4, ദൈവസഭ, സഭയെന്ന് പറയുന്നത് ചർച്ച് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ട്രൂത്ത്. കേവലം വിശ്വാസികളുടെ കൂട്ടമല്ല, സത്യവിശ്വാസികളുടെ കൂട്ടം. ദ ചർച്ച് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ട്രൂത്ത്, സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരുടെ കൂട്ടം. അതിനകത്ത് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. സോഷ്യൽ ഇൻജസ്റ്റിസ്, സാമൂഹിക അനീതി നടക്കുമ്പോൾ അതിനെതിരെ സഭ നിൽക്കണം.
സാമൂഹിക അനീതി നടക്കും, അതിനെതിരെ നിൽക്കണം. ഇതെല്ലാം ആ കമ്മ്യൂണിറ്റി ഓഫ് ട്രൂത്തിന്റെ അത് പെടുന്ന കാര്യങ്ങളാണ്. സത്യത്തിന് വേണ്ടിയുള്ള സമുദായം. പിന്നെ അത് ദുരുപദേശത്തിൽ പ്രത്യേകം എന്താ പറയാമോ? ഡോക്ടറിൻ ത്രട്ടൻസ് സാൽവേഷൻ. നമ്മൾ നഷ്ടപ്പെട്ടു പോകും. ഓടിയതോ അധ്വാനിച്ചെല്ലാം വൃതായി പോകും. അവസാന സമയത്ത് ദുരുപദേശത്തിൽ പെട്ടുപോയാൽ എന്താ നഷ്ടപ്പെടുന്നത്? രക്ഷ നഷ്ടപ്പെട്ടു. അതിനുവേണ്ടി ആത്മഭാരത്തോടെ യോഹന്നാൻ പറയുകയാണ്, നമ്മള് ഇത് രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നിലനിൽക്കുന്നവരായിരിക്കും. ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ ലെസണിലേക്ക് വരും, പ്രായോഗികമായ പാഠങ്ങളിലേക്ക് വരുമ്പോൾ എന്താ അറിയാമോ? അതിൽ പഠിക്കുമ്പോൾ അതിന് പ്രായോഗികതയുണ്ട്. തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, പ്രായോഗിക പാഠങ്ങൾ. ഒന്ന്, വോക്ക് ഡെയിലി ഇൻ ഗോഡ്സ് ട്രൂത്ത്. ദിനംതോറും ദൈവവചനത്തിന്റെ സത്യത്തിൽ നടക്കുക. ദിനംതോറും ദൈവവചനത്തിന്റെ സത്യത്തിൽ നടക്കുക. ലവ് അതേഴ്സ് ബിബ്ലിക്കലി. ദൈവവചനപ്രകാരം മറ്റുള്ളവരെ സ്നേഹിക്കുക. നമ്മുടെ സത്യ ഉപദേശത്തെ ഹനിക്കുന്ന യാതൊരു സ്നേഹ പ്രകടനങ്ങളും പാടില്ല. ലവ് അതേഴ്സ് ബിബ്ലിക്കലി. ടെസ്റ്റ് എവരി ടീച്ചിങ് വിത്ത് സ്ക്രിപ്ചർ. ഓരോ പഠനവും ദൈവവചന അധിഷ്ഠിതമാണോ എന്ന് നാം പരിശോധിക്കണം. പ്രായോഗിക വശങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദൈവവചനത്തിന് സത്യത്തിൽ ദിനംതോറും നടക്കുക. സ്നേഹം അത് ദൈവവചന പ്രകാരം മാത്രം. പഠിക്കുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് പരിശോധിക്കുക. നാലാമത്തെ കാര്യം, പ്രൊട്ടക്ട് ദ ചർച്ച് ഫ്രം ഫാൾസ് ഡോക്ട്രിൻ. ദുരുപദേശത്തിൽ നിന്ന് സഭയെ സംരക്ഷിക്കുക. അടുത്തത് പ്രധാനപ്പെട്ട വിഷയം, സപ്പോർട്ട് ഫെയ്ത്ത്ഫുൾ മിഷണറീസ്. സത്യ സുവിശേഷകരെ, മിഷണറിമാരെ നമ്മൾ എല്ലാ നിലയിലും സപ്പോർട്ടായിരിക്കണം, സഹായമായിരിക്കണം. അടുത്തത്, നെവർ കോംപ്രമൈസ് എസൻഷ്യൽ ക്രിസ്ത്യൻ ബിലീഫ്സ്. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ സത്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. യാതൊരു കോംപ്രമൈസും സത്യവചനത്തിനെതിരെ പാടില്ല. അപ്പൊ ഈ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ, ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ചില വാക്കുകളുണ്ടല്ലോ. ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട വാക്കുകൾ, ഒന്ന് ട്രൂത്ത്, സത്യം. രണ്ട്, ലവ്, സ്നേഹം. മൂന്ന്, കമാൻഡ്മെന്റ്സ്, പ്രമാണങ്ങൾ. നാല്, ഒബീഡിയൻസ്. ഒന്ന് ട്രൂത്ത്, സത്യം, സ്നേഹം, കൽപ്പനകൾ, അനുസരണം. ഇത് വഞ്ചകൻ, ഡിസീവർ, എതിർ ക്രിസ്തു, ആന്റിക്രൈസ്റ്റ്, ഫെലോഷിപ്പ്, കൊയിനോണിയ, കൂട്ടായ്മ, ഹോസ്പിറ്റാലിറ്റി, അതിഥി സൽക്കാരം. നാം ഓർക്കേണ്ടതായ മെമ്മറി വാക്കിയതാണ്. ആറാമത്തെ വാക്യമാണ്, നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാവും. ആൻഡ് ദിസ് ലവ് ദാറ്റ് വി വോക്ക് അക്കോർഡിംഗ് ടു ഹിസ് കമാൻഡ്മെന്റ്സ്. നാം അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകും. നമുക്ക് 2 ക്ലാസ്സുകൂടെ ശേഷിക്കുന്നുണ്ട്. യോഹന്നാന്റെ 3-ാം ലേഖനവും അപ്പോൾ തന്നെ യൂദായുടെ ലേഖനം. നിങ്ങൾ ആ 2 പുസ്തകങ്ങളൂടെ വായിക്കണം.